ആണ് ഇപ്പം എന്താണ് ഞാൻ എടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഉപ്പ് പൊടിയാണ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത പഴയ പാത്രം ഉണ്ടെങ്കിൽ എടുക്കുക. അതുപോലെ വാടിയ നാരങ്ങ ഉണ്ടെങ്കിൽ ഒരു പകുതി അത്ര എടുക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ക്ലീനിങ് എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ച് ഉപ്പിൻ്റെയൊക്കെയും സാധനത്തിൻ്റെയൊക്കെ അളവ് കൂട്ടുകയൊക്കെ ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാം. ഇതിപ്പോൾ എന്താണ് പകുതി വാടിയ നാരങ്ങ, നല്ല നാരങ്ങയൊന്നും വേണ്ട, വാടി നമ്മൾ കിടന്ന നാരങ്ങയുടെ പകുതി ചാറ് അതും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് ഉപ്പ് പൊടിക്കകത്ത് കേട്ടോ. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ഉപ്പിനകത്താണ് ഞാൻ നാരങ്ങ പകുതി പിഴിഞ്ഞൊഴിച്ചത്. അതുപോലെ തന്നെ 1 സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കാം. വിനാഗിരി ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വിനാഗിരിയും കൂടെ ഒഴിക്കുമ്പം നല്ലൊരു എഫക്റ്റ് കിട്ടും, കറയെല്ലാം ഇളകി കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിനാഗിരി കൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മാത്രം മതി. നമുക്ക് ഒരുപാട് ബാത്റൂമിനകം ഫുള്ള് നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് പറ്റും. ഇത്രയും മാത്രം മതി കേട്ടോ. അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ബക്കറ്റ്, കപ്പ്, സ്റ്റീൽ പാത്രം എല്ലാം ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, ക്ലീൻ ആക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാനിത് ഒരു കവറ് മാത്രം നമ്മുടെ കയ്യിൽ, അപ്പോൾ സോപ്പൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടൊക്കെയാണ്, അലർജിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് സോപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തന്നെ ഇതുപോലെ കവർ കൈ കെട്ടി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫുള്ള് നമ്മുടെ കൈ വെച്ച് ബ്രഷ് വെച്ചൊക്കെ തേക്കുന്ന അതേപോലെ തന്നെ നമുക്ക് കയ്യിൽ ഒന്നുകൂടെ ബലത്ത് നമുക്ക് തേക്കാനായിട്ട് പറ്റും. ഇതുപോലെ കുറച്ച് ഉപ്പ് മാത്രം മതി കേട്ടോ. എടുത്തിട്ട് ഭിത്തിയിൽ നമ്മുടെ ഹോൾ ടൈലും അതേപോലെ തന്നെ ഫ്ലോർ ടൈലും എല്ലാം ഇതേപോലെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് വെറുതെ നിസ്സാരമായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിതുണ്ട് ബാത്റൂമിലെ പിന്നെ ഹോൾ ടൈൽ ഫുള്ളും ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണേ. കണ്ടോ, വളരെ എളുപ്പത്തിൽ തന്നെ അതിൻ്റെ കറയെല്ലാം പോയിട്ട് വെട്ടിത്തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ എത്ര അഴുക്ക് പിടിച്ച കറ പിടിച്ച ബാത്റൂം നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും. ഇതേപോലെ ചെയ്തെടുക്കുക, വളരെ ഈസിയാണ്. പക്ഷേ ഈ കവർ നമ്മുടെ കയ്യിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് അഴിഞ്ഞു പോകത്തൊന്നുമില്ല കേട്ടോ. ആ ഒരു കെട്ടിൽ കണ്ട നിൽക്കുകയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ബാത്റൂമിലെ ബക്കറ്റും കപ്പും എല്ലാം തേച്ച് കഴുകുക. അതുപോലെ സിങ്ക് തേച്ച് കഴുകുക, ടാപ്പ് തേച്ച് കഴുകുക. നല്ല രീതിയിൽ നമുക്ക് കൈ വെച്ച് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ സോപ്പ് പൊടിയൊക്കെ അലർജി ഉള്ളവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ ഒട്ടും പ്രശ്നമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് തന്നെ ഇപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ബാത്റൂം കണ്ടോ. വെള്ളം ഒഴിച്ച് ക്ലീൻ ആക്കി എടുത്തതാണ് കണ്ടോ. നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇതേപോലെ ഇഴുക്കലൊക്കെ പിടിച്ച ബക്കറ്റ്, അതിൻ്റെ ഒരു സ്വല്പം ആ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് കൈ വെച്ച് നമുക്ക് തേച്ചെടുക്കാം. ഇതേപോലെ തന്നെ കപ്പ് എല്ലാം തേച്ച് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതേപോലെ പിന്നെ ഡിഷ് വാഷ്, അതേപോലെ തന്നെ സോപ്പ് പൊടി ഒട്ടും കൈകൊണ്ട് തൊടാൻ പറ്റാത്തവരൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്രദമാണ് കേട്ടോ. അലർജിയൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ സിങ്ക് കണ്ടോ, സിങ്ക് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ വെച്ച് തേച്ച് കൊടുക്കുക കണ്ടോ. നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചുകൊണ്ട് തന്നെ നല്ലൊരു മണമാണ്, ബാഡ് സ്മെല്ലെല്ലാം മാറി കിട്ടും. പ്രത്യേകിച്ച് സിങ്കിലൊക്കെ അത് ചെല്ലുമ്പം തന്നെ ആ ഒരു സ്മെല്ലൊക്കെ പോയിട്ട് നല്ല രീതിയിൽ നമുക്ക് ക്ലീനായിട്ട് കിട്ടും.